നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. താമസിക്കാൻ വീട്, കഴിക്കാൻ ഇഷ്ട ഭക്ഷണം. പ്രണയവും സൗഹൃദവും ഒന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ വികാരം, വിശപ്പാണ്. കഴിഞ്ഞ 1.25 വർഷത്തിനിടയിൽ ഗസയിൽ പട്ടിണി കൊണ്ടും അല്ലാതെയും കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 64,000 കടന്നു. മാസങ്ങളായി കാണാതായവരെ കൂടെ കൂട്ടിയാൽ അനൌദ്യോഗിക കണക്കിൽ മരണസംഖ്യ 1 ലക്ഷം കടന്നു. 5 ലക്ഷത്തോളം മനുഷ്യർ ഇന്നും കൊടും പട്ടിണിയിലാണ്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ് മുറിവുണങ്ങാത്ത ശരീരങ്ങളുമായി ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ ദിവസങ്ങളായുള്ള വിശപ്പ് സഹിച്ച് ഉണങ്ങിയൊരു റൊട്ടിക്കഷ്ണത്തിനു വേണ്ടി തെരുവിൽ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനസാക്ഷിയുടെ ഒരു തരിമ്പെങ്കിലും ഉള്ളിൽ അവശേഷിക്കുന്നവർക്ക് കണ്ണു നിൽക്കാനാവില്ല. എന്നാൽ അത്തരം ദയനീയ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് പോലും വെടിയുണ്ടകളും ബോംബുകളും പായിച്ച് ആ കുരുന്നുകളെ നിർദ്ദയം കൊന്നുകളയാൻ മടിയില്ലാത്ത ചില ശക്തികൾക്ക് സാധിക്കും. ആ പ്രവൃത്തിയുടെ പേരാണ് വംശഹത്യ. 2 വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കിയത്. ഇതോടെ ഒരിക്കലും തിരിച്ചുവരാൻ കഴിഞ്ഞേക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗാസക്കാർ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുകയാണ്. യുദ്ധവിമാനങ്ങൾ ആകാശത്ത് താഴ്ന്നു പറക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന വീടും നാടും ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടാവുന്ന വസ്തുക്കളുമായി കൂട്ടപലായനം നടത്തുമ്പോൾ ഇതിൽ പലരും പോയ വഴിയിൽ തന്നെ പട്ടിണി കൊണ്ട് വീണു മരിച്ചു. അതും ഇനിയും കടന്നു പോകുന്നവരെ കാത്തിരിക്കുന്നത് കൊടും ദുരന്ത